നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ ലേബർ പാർട്ടിയിൽ നേതൃമാറ്റ ചർച്ചകൾ ശക്തമാകുന്നു. സ്റ്റാർമർ വീണ്ടും നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന സൂചനകൾ ശക്തമാക്കി സംസ്ഥാന സെക്രട്ടറി ലിസ നാൻഡി. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വീണ്ടും നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുമോ എന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണെന്നും സ്റ്റാർമർ പോരാട്ട മനോഭാവമുള്ള നേതാവാണെന്നും അദ്ദേഹത്തെ എഴുതിത്തള്ളാനാകില്ല എന്നും നാൻഡി. ഗ്രേറ്റ് മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബേൺഹാം വീണ്ടും പാർലമെന്റിലേക്ക് എത്തണമെന്നും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് പാർട്ടിക്ക് നിർണായകമാകാമെന്നും ലിസ നാൻഡി. ഇറാൻ യുദ്ധത്തെ തുടർന്ന് അതിഭീകര സാമ്പത്തിക അനിശ്ചിതത്വത്തിൽ യുകെയിലെ കമ്പനികൾ പുതിയ നിക്ഷേപങ്ങളും നിയമനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് മുന്നറിയിപ്പ് നൽകിയ വ്യവസായ സംഘടനകൾ. ഊർജ്ജ വിലയും ഇന്ധന ചെലവും ഉയർന്നതോടെ കമ്പനികൾ പുതിയ പദ്ധതികളിൽ നിന്ന് ചെലവ് നിയന്ത്രണത്തിലേക്ക് മാറുകയാണ് എന്ന് സർവേകൾ. തൊഴിൽ മേഖലയിലും പ്രതിസന്ധി രൂക്ഷം. യുകെയിലെ ജോലി ഒഴിവുകൾ കുറഞ്ഞത് 7.7%. പകുതിയിലധികം ഇടത്തരം കമ്പനികൾക്കും ഇന്ധന ചെലവും വിതരണ ശൃംഖല പ്രശ്നങ്ങളും വെല്ലുവിളിയാകുന്നു. ബ്രിട്ടനിൽ താറുമാറായി ആരോഗ്യ മേഖല. ഹോസ്പിറ്റൽ പ്രവർത്തനം താളം തെറ്റിച്ചത് നഴ്സുമാരുടെ കുറവ് കാരണം. രോഗികൾക്ക് മതിയായ ശുശ്രൂഷകൾ നൽകാൻ കഴിയുന്നില്ല എന്നും നഴ്സുമാരുടെ ക്ഷാമം അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നുണ്ടെന്നും NHS നഴ്സുമാർ. ജീവനക്കാരുടെ കുറവും വർദ്ധിച്ചു വരുന്ന വൃദ്ധർ സൃഷ്ടിക്കുന്ന ആരോഗ്യ സങ്കീർണതകളും രോഗികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നതെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ്. ഇറാനെതിരായ ആക്രമണം മാറ്റിവെക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നടപടി ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചെന്ന് ട്രംപ്. സമാധാന കരാർ സാധ്യമായില്ല എങ്കിൽ അമേരിക്ക ഇന്ന് ഇറാനെ ആക്രമിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ഇറാനെ ആക്രമിക്കരുതെന്ന് ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ. ഇറാനിയൻ എണ്ണയുടെ മേലുള്ള ഉപരോധം താൽക്കാലികമായി നീക്കാൻ US. ആഗോള വിപണികളിൽ ഉണർവുണ്ടാക്കി പുതിയ അമേരിക്കയുടെ നിർദ്ദേശം. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ചൈനീസ് കമ്പനികൾക്ക് മേലുള്ള ഉപരോധം പിൻവലിക്കാൻ ആലോചിക്കുന്നതായി ട്രംപ്. പ്രാഥമിക ഘട്ടത്തിൽ ട്രംപ് വിലക്കേർപ്പെടുത്തിയത് ഇറാനു മേലുള്ള സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനായി ഇറാൻ എണ്ണയുടെ വ്യാപാരത്തിൽ. രാജ്യത്തെ പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിപ്പിച്ചു. കൂട്ടിയത് പെട്രോളിന് ലിറ്ററിന് 86 പൈസയും ഡീസലിന് ലിറ്ററിന് 83 പൈസയും. 4 ദിവസത്തിനിടെ ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത് ഇത് രണ്ടാം തവണ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ധനവില വർദ്ധിപ്പിച്ചത് 3 രൂപ. ന്യൂഡൽഹിയിൽ പെട്രോൾ വില ലിറ്ററിന് 97.77 രൂപയായും ഡീസൽ വില 90.67 രൂപയായും ഉയർന്നു. ഇന്ത്യൻ ശതകോടീശ്വരൻ ഗൗതം അദാനിക്കെതിരായ സിവിൽ ക്രിമിനൽ കേസുകൾ അവസാനിപ്പിച്ച് അമേരിക്ക. ഗൗതം അദാനിക്കും അനന്തരവൻ സാഗർ അദാനിക്കും എതിരായ എല്ലാ ക്രിമിനൽ കുറ്റപത്രങ്ങളും പൂർണ്ണമായും ഒഴിവാക്കി US നീതിന്യായ വകുപ്പ്. റദ്ദാക്കിയത് ന്യൂയോർക്ക് കോടതിയിൽ ഉണ്ടായിരുന്ന തട്ടിപ്പ് കേസുകൾ. അമേരിക്ക കേസുകൾ റദ്ദാക്കിയത് കുറ്റാരോപണങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ തെളിവുകളില്ല എന്ന് ചൂണ്ടിക്കാട്ടി. അദാനിക്കെതിരായ നിലനിന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗരോർജ്ജ പദ്ധതിക്കായി ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് $265 മില്യൺ കൈക്കൂലി നൽകിയെന്നും ഇത് മറച്ചുപറിച്ച് US നിക്ഷേപകരെ അടക്കം കബളിപ്പിച്ചെന്നുമുള്ള കേസ്. സംസ്ഥാനത്ത് 10 ദിവസത്തിനുള്ളിൽ ധവളപത്രം ഇറക്കുമെന്ന് VD സതീശൻ. ധവളപത്രം ഇറക്കുന്നത് സാമ്പത്തിക സ്ഥിതി പൊതുജനങ്ങളെ അറിയിക്കാൻ. ധവളപത്രം ഇറക്കുന്നതിന് മുന്നോടിയായി ഡോക്ടർ KM ചന്ദ്രശേഖർ അധ്യക്ഷനായി സമിതിയെ വെച്ച് മുഖ്യമന്ത്രി. ഇന്ദിരാ ഗ്യാരണ്ടിയും സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ യാത്രാ സൗജന്യവും പ്രഖ്യാപിച്ചു. ആശാവർക്കർമാർക്ക് താൽക്കാലിക ആശ്വാസമായി 3000 രൂപ കൂട്ടി. മന്ത്രിമാരുടെ വകുപ്പുകളിൽ ചില തർക്കങ്ങളുണ്ടെന്ന് സ്ഥിരീകരിച്ച് മന്ത്രി K മുരളീധരൻ. ചില വകുപ്പുകളിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് സൂചന. തർക്കങ്ങളുള്ളത് ഉന്നത വിദ്യാഭ്യാസം, ഫിഷറീസ് വകുപ്പുകളിൽ. വാർത്തകൾ വിശദമായി. ലേബർ പാർട്ടിയിൽ നേതൃമാറ്റ ചർച്ചകൾ ശക്തമാകുന്നതിനിടെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വീണ്ടും നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുമോ എന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണെന്ന് സംസ്ഥാന സെക്രട്ടറി ലിസ നാൻഡി. സ്റ്റാർമർ പോരാട്ട മനോഭാവമുള്ള നേതാവാണെന്നും അദ്ദേഹത്തെ എഴുതിത്തള്ളാനാകില്ല എന്നും നാൻഡി പറഞ്ഞു. ഇതോടെ സ്റ്റാർമർ വീണ്ടും നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ലേബർ പാർട്ടിയിൽ നേതൃമാറ്റ ചർച്ചകൾ ശക്തമാകുന്നതിനിടെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വീണ്ടും നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുമോ എന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണെന്ന് വ്യക്തമാക്കിയ സംസ്ഥാന സെക്രട്ടറി ലിസ നാൻഡി, സ്റ്റാർമർ പോരാട്ട മനോഭാവമുള്ള നേതാവാണെന്നും അദ്ദേഹത്തെ എഴുതിത്തള്ളാനാകില്ല എന്നും വ്യക്തമാക്കിയതോടെ പാർട്ടിയിലെ നിരവധി MPമാർ രാജ്യം ആവശ്യപ്പെട്ടിട്ടും മന്ത്രിമാർ പടിയിറങ്ങിയും ചെയ്ത സാഹചര്യത്തിലും സ്റ്റാർമർ പിന്മാറില്ല എന്ന സൂചനയാണ് അവർ നൽകിയത്. അതേസമയം ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബേൺഹാം വീണ്ടും പാർലമെന്റിലേക്ക് എത്തണമെന്ന് നാൻഡി തുറന്നു പറഞ്ഞു. മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ ബേൺഹാം മത്സരിക്കാനുള്ള നീക്കങ്ങൾക്ക് ലേബർ ദേശീയ നിർവാഹക സമിതി അനുമതി നൽകിയതോടെ അദ്ദേഹം വിജയിച്ചാൽ നേതൃമത്സരത്തിനിറങ്ങുമെന്ന വിലയിരുത്തലും ശക്തമായി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലേബറിന് തിരിച്ചടി നേരിട്ട പ്രദേശങ്ങളിൽ പോലും ബേൺഹാമിന് വ്യക്തിപരമായ സ്വാധീനമുണ്ടെന്നും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് പാർട്ടിക്ക് നിർണായകമാകാമെന്നും നാൻഡി പറഞ്ഞു. യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധവും ലേബറിനുള്ളിലെ പുതിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. മുൻ ആരോഗ്യ സെക്രട്ടറി വെസ്ട്രീറ്റിംഗ് ബ്രിട്ടൻ ഭാവിയിൽ വീണ്ടും യൂറോപ്യൻ യൂണിയനിൽ ചേരേണ്ട സാഹചര്യം ഉണ്ടാകാമെന്ന് അഭിപ്രായപ്പെട്ടു. എന്നാൽ 2016 ബ്രെക്സിറ്റ് ജനഹിത പരിശോധനയിൽ റിമെയിൻ പക്ഷത്തെ പിന്തുണച്ചിരുന്ന നാൻഡി രാജ്യത്തെ വ്യവസായ തകർച്ചയും ജീവിത നിലവാര ഇടിവും യൂറോപ്യൻ യൂണിയനിൽ തിരിച്ചു ചേരുന്നതിലൂടെ മാത്രം പരിഹരിക്കാനാകില്ല എന്ന് പ്രതികരിച്ചു.
യുകെയിലെ കമ്പനികൾ ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക അനിശ്ചിതത്വം കാരണം പുതിയ നിക്ഷേപങ്ങളും നിയമനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് വ്യവസായ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. ഊർജ്ജ വിലയും ഇന്ധന ചെലവും ഉയർന്നതോടെ കമ്പനികൾ പുതിയ പദ്ധതികളിൽ നിന്ന് ചെലവ് നിയന്ത്രണത്തിലേക്ക് മാറുകയാണ് എന്ന് സർവേകൾ സൂചിപ്പിക്കുന്നു. അക്കൗണ്ടൻസി സ്ഥാപനമായ ബിഡിഒയുടെ പഠനത്തിൽ പകുതിയിലധികം ഇടത്തരം കമ്പനികൾ ഇന്ധന ചെലവും വിതരണ ശൃംഖല പ്രശ്നങ്ങളും ഏറ്റവും വലിയ വെല്ലുവിളികളാണെന്ന് വ്യക്തമാക്കി. യുകെയിൽ ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഊർജ്ജ വിലയും ഇന്ധന ചെലവും ഉയർന്നതോടെ കമ്പനികൾക്ക് സാമ്പത്തിക അനിശ്ചിതത്വം കഠിനമായി. അതിന്റെ ഭാഗമായി കമ്പനികൾ പുതിയ പദ്ധതികളിൽ നിന്ന് ചെലവ് നിയന്ത്രണത്തിലേക്ക് മാറുന്നതിന് മുന്നോടിയായി പുതിയ നിക്ഷേപങ്ങളും നിയമനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് വ്യവസായ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. തൊഴിൽ മേഖലയിലും പ്രതിസന്ധിയുടെ സൂചനകൾ ശക്തമാണ്. റിക്രൂട്ട്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് കോൺഫെഡറേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഏപ്രിൽ യുകെയിലെ ജോലി ഒഴിവുകൾ 7.7% കുറഞ്ഞ് 7.11 ലക്ഷമായി. പൈലറ്റുമാർ, ട്രാവൽ ഏജന്റുമാർ, ട്രെയിൻ ഡ്രൈവർമാർ തുടങ്ങിയ മേഖലകളിലാണ് ഇടിവ് കൂടുതൽ രേഖപ്പെടുത്തിയത്. അതേസമയം നാനിമാർ, സെയിൽസ് എക്സിക്യൂട്ടീവുകൾ, കൊറിയർ സേവനങ്ങൾ എന്നിവയിൽ നിയമന ആവശ്യകത വർദ്ധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനിടെ ചില കമ്പനികൾ വിദേശ വിതരണ ശൃംഖലകളിലുള്ള ആശ്രയത്വം കുറയ്ക്കാൻ യുകെയിലെ തന്നെ വിതരണക്കാരെ മുൻഗണന നൽകാൻ ആലോചിക്കുന്നതായും വീഡിയോ വ്യക്തമാക്കി. ജിയോപൊളിറ്റിക്കൽ അനിശ്ചിതത്വം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉൽപാദനം നാട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ബ്രിട്ടീഷ് നിർമ്മാണ മേഖലയ്ക്ക് ചില നേട്ടങ്ങൾ നൽകാമെന്നാണ് വിലയിരുത്തൽ. നഴ്സുമാരുടെ കുറവ് മൂലം രോഗികൾക്ക് മതിയായ ശുശ്രൂഷകൾ നൽകാൻ കഴിയുന്നില്ല എന്ന് വ്യക്തമാക്കി NHS നഴ്സുമാരിൽ 2 പേരോളം രംഗത്ത്. അതിനു പുറമെ ഈ നഴ്സുമാരുടെ ക്ഷാമം അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ട് എന്നുമാണ് വാദം. അടുത്തിടെ നടന്ന ഒരു സർവേയിലാണ് ഇക്കാര്യം വെളിപ്പെട്ടത്. ജീവനക്കാരുടെ കുറവും വർദ്ധിച്ചു വരുന്ന വൃദ്ധർ സൃഷ്ടിക്കുന്ന ആരോഗ്യ സങ്കീർണതകളും രോഗികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നതെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഇന്നലെ മുന്നറിയിപ്പ് നൽകി. നഴ്സുമാരുടെ ക്ഷാമം NHSൽ കടുത്ത ദുരിതം സമ്മാനിക്കുന്നു എന്ന് സൂചന. നഴ്സുമാരുടെ കുറവ് മൂലം രോഗികൾക്ക് മതിയായ ശുശ്രൂഷകൾ നൽകാൻ കഴിയുന്നില്ല എന്നും അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ട് എന്നുമാണ് നഴ്സുമാർ പറയുന്നത്. അടുത്തിടെ നടന്ന ഒരു സർവേയിലാണ് ഇക്കാര്യം വെളിപ്പെട്ടത്. തൊട്ടു മുൻപ് തങ്ങൾ ജോലി ചെയ്ത ഷിഫ്റ്റിൽ ആവശ്യത്തിനുള്ള നഴ്സുമാർ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു RCN നടത്തിയ സർവേയിൽ പങ്കെടുത്ത നഴ്സുമാരിൽ 22% പേർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചികിത്സാ കാര്യത്തിൽ പല വിട്ടുവീഴ്ചകൾക്കും നിർബന്ധിതരാവുകയാണെന്നും അവർ പറയുന്നു. ഇത് രോഗികൾക്കും ജീവനക്കാർക്കും ഒരുപോലെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്നും അവർ ചൂണ്ടിക്കാട്ടി. സർവേയിൽ പങ്കെടുത്ത 13,000-ലധികം നഴ്സുമാരിൽ 64% പേർ പറഞ്ഞത് തങ്ങളുടെ ഏറ്റവും അവസാനം ചെയ്ത ഷിഫ്റ്റിൽ രജിസ്റ്റർ ചെയ്ത നഴ്സുമാരുടെ എണ്ണം കുറവോ ഒരുപാട് കുറവോ ആയിരുന്നു എന്നുള്ളതാണ്. സുരക്ഷിതമായ ചികിത്സ ഉറപ്പാക്കുന്നതിന് ഒരു നിശ്ചിത എണ്ണം രജിസ്റ്റേർഡ് നഴ്സുമാർ ഓരോ ഷിഫ്റ്റിലും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോ ഷിഫ്റ്റിലും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ചുരുങ്ങിയ എണ്ണം രജിസ്റ്റേർഡ് നഴ്സുമാരുടെ പരിധി നിയമപ്രകാരം നിശ്ചിതപ്പെടുത്തണമെന്ന് RCN ചീഫ് എക്സിക്യൂട്ടീവും ജനറൽ സെക്രട്ടറിയുമായ പ്രൊഫസർ നിക്കോള റേഞ്ചൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇന്നലെ നടന്ന വാർഷിക കോൺഗ്രസിൽ സംസാരിക്കവെയാണ് അവർ ഇക്കാര്യം ഉന്നയിച്ചത്. രജിസ്റ്റേർഡ് നഴ്സുമാരുടെ തസ്തികകൾ വ്യാപകമായി ഒഴിഞ്ഞുകിടക്കുന്നത് സുരക്ഷിതമല്ല എന്നും അവർ പറഞ്ഞു. വൃദ്ധരുടെ എണ്ണം കുതിച്ചുയരുകയും കൂടുതൽ പേർ രോഗികളാവുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും നഴ്സുമാരുടെ അപര്യാപ്തത പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നും അവർ ഓർമ്മിപ്പിച്ചു. അതേസമയം പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ 2024 ജൂലൈക്ക് ശേഷം 16,000 പുതിയ രജിസ്റ്റേർഡ് നഴ്സുമാരെ നിയമിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് വക്താവ് ചൂണ്ടിക്കാട്ടി. മാത്രമല്ല NHSനെ വിപുലപ്പെടുത്താനും മെച്ചപ്പെടുത്താനുമായി രൂപപ്പെടുത്തിയ ദശവത്സര പദ്ധതിയിൽ കൂടുതൽ നിയമനങ്ങൾ ഉണ്ടാവുമെന്നും വക്താവ് അറിയിച്ചു. അതിനിടയിൽ ഇംഗ്ലണ്ടിലെ ആശുപത്രികളിൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കേണ്ടി വരുമെന്ന ഓർമ്മപ്പെടുത്തലുമായി ഇംഗ്ലണ്ടിലെ NHS അധികൃതരും രംഗത്തെത്തിയിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് കാരണമായി അവർ പറയുന്നത്. ഈ ആഴ്ച നടത്താനിരുന്ന ലണ്ടൻ ഭൂഗർഭ റെയിൽ ഡ്രൈവർമാരുടെ സമരം വേണ്ടെന്ന് വെച്ചതായി RMT യൂണിയൻ അറിയിച്ചു. ഇന്ന് ഉച്ച മുതൽ 24 മണിക്കൂർ നേരത്തെ സമരമായിരുന്നു RMT പ്രഖ്യാപിച്ചിരുന്നത്. സമരമുണ്ടായിരുന്നെങ്കിൽ ഈ ആഴ്ച കുറഞ്ഞത് 4 ദിവസത്തോളം യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നാണ് കണക്കാക്കിയിരുന്നത്. തങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഗണിക്കാമെന്ന് ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ ഉറപ്പു നൽകിയതിനാലാണ് അവസാന നിമിഷം സമരം പിൻവലിക്കുന്നതെന്നും യൂണിയൻ വക്താവ് അറിയിച്ചു. അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്ന് ഉച്ച മുതൽ 24 മണിക്കൂർ നടത്താനിരുന്ന ഭൂഗർഭ റെയിൽ ഡ്രൈവർമാരുടെ സമരം തങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഗണിക്കാമെന്ന് ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ ഉറപ്പു നൽകിയതിനാൽ വേണ്ടെന്ന് വെച്ചതായി RMT യൂണിയൻ അറിയിച്ചു. തർക്കങ്ങൾ തീർന്നിട്ടില്ല എന്നും തങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല എങ്കിൽ വീണ്ടും സമരങ്ങളുടെ ഒരു ശൃംഖല തന്നെ ഉണ്ടാകുമെന്നും യൂണിയൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജൂൺ 16-നും 19-നും പണിമുടക്കുമെന്നും നേരത്തെ യൂണിയൻ പ്രഖ്യാപിച്ചിരുന്നു. ഇത് ജൂൺ 2 ചൊവ്വയിലേക്കും ജൂൺ 4 വ്യാഴാഴ്ചയിലേക്കും മാറ്റിയിട്ടുണ്ട്. ആഴ്ചയിൽ 4 പ്രവൃത്തി ദിനങ്ങൾ എന്ന നയത്തിൽ വരും ദിവസങ്ങളിൽ യൂണിയന് കൂടി സമ്മതമാകുന്ന രീതിയിൽ ഒത്തുതീർപ്പുണ്ടായില്ല എങ്കിൽ ഈ ദിവസങ്ങളിൽ സമരമുണ്ടാകും. അതേസമയം ആഴ്ചയിൽ 4 പ്രവൃത്തി ദിനം എന്നത് ഒരു നിർബന്ധിത നയമല്ല എന്നും വ്യക്തിഗത ഇഷ്ടങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന ഒന്നാണ് എന്നുമാണ് ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ പറയുന്നത്. ട്യൂബ് ഡ്രൈവർമാരെ പ്രതിനിധാനം ചെയ്യുന്ന മറ്റൊരു യൂണിയനായ ASLEF ഈ നിർദ്ദേശത്തെ അംഗീകരിച്ചിട്ടുമുണ്ട്. സമരം പിൻവലിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ അധികൃതർ പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടാനാകുമെന്ന പ്രത്യാശയും പങ്കുവച്ചു. അസ്ഡയിൽ വിറ്റിരുന്ന കുട്ടികൾക്കുള്ള ഒരു കളിപ്പാട്ടത്തിൽ ക്യാൻസറിന് കാരണമാകുന്ന ആസ്ബസ്റ്റോസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ആ ഉൽപ്പന്നം വിപണിയിൽ നിന്നും പിൻവലിച്ചു.
അപകടകാരിയായ ഈ പദാർത്ഥത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വിപണിയിൽ നിന്നും പിൻവലിച്ച നിരവധി ഉൽപ്പന്നങ്ങളിൽ അവസാനത്തേതാണ് ഇത്. ക്യാൻസറിന് കാരണമാകുന്ന ആസ്ബറ്റോസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് അസ്ഡയിൽ വിട്ടിരുന്ന കുട്ടികൾക്കുള്ള ഒരു കളിപ്പാട്ടം വിപണിയിൽ നിന്നും പിൻവലിച്ചു. ആരോഗ്യപരമായ ഭീഷണിയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അസ്ഡയിൽ വിറ്റിരുന്ന ഗ്രാഫിക് മെക്യൂറോൺ സാൻഡ് ബോട്ടിൽ വിപണിയിൽ നിന്നും പിൻവലിച്ചത്. ഇന്നലെയാണ് ഓഫീസ് ഫോർ പ്രൊഡക്ട് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇത് സംബന്ധിച്ച അറിയിപ്പ് നടത്തിയത്. ആസ്ബസ്റ്റോസിന്റെ സാന്നിധ്യമാണ് ഇത് പിൻവലിക്കാൻ കാരണമെന്നും അറിയിപ്പിൽ പറയുന്നു. 2021 ആഗസ്റ്റിനും 2026 മെയ് മാസത്തിനും ഇടയിലാണ് ഈ ഉൽപ്പന്നം വിറ്റുപോയിരിക്കുന്നത്. R060106/AS എന്ന മോഡലിലാണ് പ്രശ്നം കണ്ടെത്തിയിരിക്കുന്നത്. ഈ കളിപ്പാട്ടം കൈവശമുള്ളവർ അത് ഉപയോഗിക്കുന്നത് ഉടനടി നിർത്തണമെന്നും അസ്ഡയുടെ ഏറ്റവും അടുത്ത സ്റ്റോറിൽ എത്തിക്കണമെന്നും നിർദ്ദേശം വന്നിട്ടുണ്ട്. രസീത് ഇല്ലെങ്കിൽ കൂടി പണം പൂർണ്ണമായും മടക്കി നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് അസ്ഡയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇറാനെതിരായ ആക്രമണം മാറ്റിവെക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. സമാധാന കരാർ സാധ്യമായില്ല എങ്കിൽ ഇന്ന് ഇറാനെ ആക്രമിക്കാനായിരുന്നു ട്രംപിന്റെ നീക്കം. ഇറാനെ ആക്രമിക്കരുതെന്ന് ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ ആവശ്യപ്പെട്ടുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. യുഎസിന് സ്വീകാര്യമായ ഒരു കരാർ ഉണ്ടാകുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ അറിയിച്ചെന്നും ട്രംപ് വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരെ ചൊവ്വാഴ്ച മുതൽ നടത്താനിരുന്ന ആക്രമണം മാറ്റിവെക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപിന്റെ പ്രതികരണം. യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ നിർദ്ദേശത്തിന് മറുപടി നൽകിയതായി ഇറാൻ പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ പൊടുന്നനെയുള്ള സോഷ്യൽ മീഡിയ പ്രഖ്യാപനം പുറത്തുവന്നത്. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങൾ ഇറാനുമായി സംസാരിക്കുന്ന പശ്ചാത്തലത്തിൽ ആക്രമണം 2-3 ദിവസത്തേക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ടെഹ്റാനുമായി ഗൗരവകരമായ ചർച്ചകൾ നടക്കുന്നതിനാൽ ഗൾഫ് നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് ചൊവ്വാഴ്ച ഇറാനെതിരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന ആക്രമണം മാറ്റിവെക്കുകയാണെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ആണവായുധം സ്വന്തമാക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുന്ന ഒരു കരാറിലെത്താൻ കഴിഞ്ഞാൽ അമേരിക്ക തൃപ്തരാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ വഴി ഇറാൻ യുഎസിന് പുതിയ 14 പോയിന്റ് നിർദ്ദേശം സമർപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. രാജ്യം ഒരു ശക്തിക്കും വഴങ്ങില്ല എന്ന് നേരത്തെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചിരുന്നു. സംഘർഷങ്ങൾക്കിടയിലും പാകിസ്ഥാൻ വഴി നയതന്ത്ര പ്രക്രിയ തുടരുന്നുവെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് തിങ്കളാഴ്ച മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിരുന്നു. സമാധാനപരമായ മാർഗങ്ങളിലൂടെ പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ നേതൃത്വത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനിയൻ എണ്ണയുടെ മേലുള്ള ഉപരോധം താൽക്കാലികമായി നീക്കാൻ US നിർദ്ദേശിച്ചതായി റിപ്പോർട്ട്. ഇറാൻ വാർത്താ ഏജൻസിയായ തസ്നീമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനു ശേഷം ആഗോള വിപണികൾ ഉണർന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ചൈനീസ് കമ്പനികൾക്ക് മേലുള്ള ഉപരോധം പിൻവലിക്കാൻ ആലോചിക്കുന്നതായി ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. ഇറാനിയൻ എണ്ണയുടെ മേലുള്ള ഉപരോധം താൽക്കാലികമായി നീക്കാൻ US നിർദ്ദേശിച്ചതായി റിപ്പോർട്ട് പുറത്തുവന്നു. ഉപരോധം നീക്കുമെന്ന റിപ്പോർട്ടുകൾ തുടർന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. ഉപരോധം നീക്കുന്ന പക്ഷം ക്രൂഡ് ഓയിൽ വിലയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറാന് മേലുള്ള സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനായി ഇറാൻ എണ്ണയുടെ വ്യാപാരത്തിൽ US നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പ്രാഥമിക ഘട്ടത്തിൽ ഇറാൻ എണ്ണയുടെ വ്യാപാരത്തിൽ അമേരിക്കൻ കമ്പനികൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. രണ്ടാം ഘട്ട ഉപരോധങ്ങൾ ഇറാനിയൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന US ഇതര സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, വിദേശ സർക്കാരുകൾ എന്നിവയെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറ്റി. തന്റെ 2 ദിവസത്തെ ചൈനീസ് സന്ദർശനത്തിനിടെ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ബോധ്യപ്പെടുത്താൻ ട്രംപിന് കഴിഞ്ഞില്ല. ചൈന ഇറാന് സൈനിക ഉപകരണങ്ങൾ വിതരണം ചെയ്യില്ല എന്ന് സമ്മതിച്ചുവെങ്കിലും എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് പറഞ്ഞു. വെടിനിർത്തൽ ചർച്ചകളിലെ പ്രതിസന്ധികൾക്കിടയിലാണ് പുതിയ സംഭവ വികാസം. ചർച്ചകൾ പരാജയപ്പെട്ടാൽ സാധ്യമായ സൈനിക ഓപ്ഷനുകൾ ഉൾപ്പെടെയുള്ളവ അടുത്ത ഘട്ടങ്ങളെക്കുറിച്ച് ട്രംപ് തന്റെ ദേശീയ സുരക്ഷാ സംഘവുമായും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുമായും കൂടിയാലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കയിൽ വെടിവയ്പിൽ പ്രതികൾ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു. കാലിഫോർണിയയിലെ സാൻഡിഗോയിലെ ഇസ്ലാമിക് സെന്ററിന് പുറത്താണ് വെടിവയ്പുണ്ടായത്. കൊല്ലപ്പെട്ടവരിൽ സുരക്ഷാ ജീവനക്കാരനും ഉൾപ്പെടുന്നതായാണ് റിപ്പോർട്ട്. കൊല്ലപ്പെട്ടവരിൽ 2 പേർ കൗമാരക്കാരാണെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകളുണ്ട്. ആക്രമണം നടത്തിയ 2 കൗമാരക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. 17-19 വയസ്സ് പ്രായമുള്ളവരാണ് പ്രതികൾ. തിങ്കളാഴ്ച കാലിഫോർണിയയിലെ സാൻഡിഗോയിലെ ഇസ്ലാമിക് സെന്ററിന് പുറത്ത് 5 പേർ കൊല്ലപ്പെട്ട വെടിവയ്പ് വിദ്വേഷ കുറ്റകൃത്യമായാണ് വിലയിരുത്തപ്പെടുന്നത്. സാൻഡിഗോ കൗണ്ടിയിലെ ഏറ്റവും വലിയ പള്ളിയിലാണ് ആക്രമണം നടന്നത്. 5 വയസ്സ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് അറബി ഭാഷ, ഇസ്ലാമിക പഠനങ്ങൾ, ഖുറാൻ എന്നിവയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ നൽകുന്ന അൽ റാഷിദ് സ്കൂളും ഉൾപ്പെടുന്നതാണ് സാൻഡിഗോയിലെ ഇസ്ലാമിക് സെന്റർ. അപ്പാർട്ട്മെന്റുകളും സ്ട്രിപ്പ് മാളുകളും ഉൾപ്പെടെയുള്ളവ ജനവാസ കേന്ദ്രത്തോട് ചേർന്ന പള്ളിയിലാണ് ആക്രമണം നടന്നത്. വെടിവയ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമെന്ന് സാൻഡിഗോ പോലീസ് മേധാവി സ്കോട്ട് വാൾ വ്യക്തമാക്കി. നിരവധി പോലീസ് വാഹനങ്ങളാൽ ചുറ്റപ്പെട്ട സെന്ററിന്റെ പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് 1 ഡസനിലധികം കുട്ടികളെ കൈകൾ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഏരിയൽ TV ദൃശ്യങ്ങളിൽ കാണിച്ചു. മിഡിൽ ഈസ്റ്റേൺ റെസ്റ്റോറന്റുകളും മാർക്കറ്റുകളുമുള്ള വീടുകൾ, അപ്പാർട്ട്മെന്റുകൾ, സ്ട്രിപ്പ് മാളുകൾ എന്നിവയുടെ പരിസരത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്.
ഒരു പൗണ്ട് 129.18 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 96.34 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 112.17 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 70.09 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിന് ലിറ്ററിന് 86 പൈസയും ഡീസലിന് ലിറ്ററിന് 83 പൈസയുമാണ് കൂട്ടിയത്. 4 ദിവസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ധനവില 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഇതോടെ സംസ്ഥാനത്തും ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് കൂട്ടിയത്. ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് ഇന്ധനവില സംസ്ഥാനത്തും കൂട്ടുന്നത്. രാജ്യത്ത് ഇന്ധനവില കത്തിക്കയറുമെന്ന് റിപ്പോർട്ട്. പുതിയ വർധനവോടെ ന്യൂഡൽഹിയിൽ പെട്രോൾ വില ലിറ്ററിന് 97.77 രൂപയായും ഡീസൽ വില 90.67 രൂപയായും ഉയർന്നു. കൊച്ചിയിൽ പെട്രോളിന് 109.73 രൂപയും ഡീസലിന് 98.63 രൂപയുമാണ് പുതിയ നിരക്ക്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളെ തുടർന്ന് ആഗോളതലത്തിൽ ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാവുകയും പ്രധാന സമുദ്രപാതയായ ഹോർമൂസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തേണ്ടി വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് വില വർധനവ്. സംസ്ഥാനത്ത് ഇതോടെ കൊച്ചിയിൽ പെട്രോളിന് 109.6 രൂപയും ഡീസലിന് 98.45 രൂപയുമായി. കോഴിക്കോട് ജില്ലയിൽ പെട്രോൾ വില 110.04 ആയി. ഡീസലിന് 98.94 രൂപയുമായി. ഡൽഹിയിൽ പെട്രോൾ വില 98.63 ആയി ഉയർന്നു. ഡീസൽ വില 91.5 ആയി ഉയർന്നു. രണ്ടാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് ഇന്ധനവില കൂടുന്നത്. പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് കൂടിയത്. കഴിഞ്ഞ ദിവസം CNG വിലയും വർദ്ധിച്ചിരുന്നു. കിലോയ്ക്ക് 2 രൂപയാണ് കൂട്ടിയത്. ഇതോടെ കൊച്ചിയിൽ CNG വില 96.5 രൂപയായിരുന്നു. 4 ദിവസത്തിനിടെ മൂന്നാം തവണയാണ് CNGക്ക് വില വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷം ചൂണ്ടിക്കാട്ടിയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇന്ധനവില ഉയർത്തുന്നത്. പൊതുവിടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കണമെന്ന ഉത്തരവിനെതിരായ മൃഗസ്നേഹികളുടെ അപേക്ഷ തള്ളി സുപ്രീം കോടതി. മുൻ ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്നും നിർദ്ദേശിച്ചു. AWBI പുറപ്പെടുവിച്ച സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമത്തെ ചോദ്യം ചെയ്തുള്ള അപേക്ഷയാണ് കോടതി തള്ളിയത്. കേസിൽ ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് വിധി പറഞ്ഞത്. പൊതുവിടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കണമെന്ന ഉത്തരവിനെതിരായ മൃഗസ്നേഹികളുടെ അപേക്ഷ തള്ളിയ സുപ്രീം കോടതി മുൻ ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്നും നിർദ്ദേശിച്ചു ഉത്തരവായി. 3 ഭാഗങ്ങളായാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി വേണമെന്നും എയർപോർട്ടുകളിൽ നടക്കം നായ്ക്കളെ മാറ്റണമെന്നും കോടതി നിർദ്ദേശിച്ചു. കുട്ടികൾക്ക് നേരെയുള്ള തെരുവുനായ ആക്രമണങ്ങളെ അതീവ ഗൗരവത്തോടെ കാണുന്നുവെന്ന് പറഞ്ഞ കോടതി രാജ്യത്തെ തെരുവുനായ ആക്രമണങ്ങളുടെ കണക്ക് നിരത്തുകയും ചെയ്തു. ജില്ലാതലത്തിൽ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്ന ഒരു ABC സെന്റർ വേണമെന്നും ആന്റി റാബിസ് വാക്സിൻ കർശനമായി ഉറപ്പാക്കണമെന്നും കോടതി വിധിയിൽ പറയുന്നു. തെരുവുനായ ശല്യം ഭീകരമായ അവസ്ഥയിലേക്ക് എത്തിയതിന് പൂർണ്ണ ഉത്തരവാദികൾ സംസ്ഥാന സർക്കാരുകളുടെ നിഷ്ക്രിയത്വമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നിയമങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നതിൽ അധികൃതർ കാണിച്ചത് കനത്ത അനാസ്ഥയാണ്. ABC ചട്ടങ്ങൾ നടപ്പാക്കുന്നതിലെ വീഴ്ച ഭീതി ഉളവാക്കുന്ന സാഹചര്യത്തിന് ഇടയാക്കി. ബന്ധപ്പെട്ട അധികാരികൾ നിർദ്ദേശം നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും കോടതി എടുത്തു പറഞ്ഞു. മനുഷ്യജീവന് ഭീഷണിയാകുന്ന നായ്ക്കളെ കൊലപ്പെടുത്താം. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നുണ്ടോ എന്ന് ഹൈക്കോടതി വിലയിരുത്തണമെന്നും ഇതിന് 2-അംഗ ബെഞ്ച് രൂപീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇന്ത്യൻ ശതകോടീശ്വരൻ ഗൗതം അദാനിക്കെതിരായ സിവിൽ ക്രിമിനൽ കേസുകൾ അവസാനിപ്പിച്ച് അമേരിക്ക. ഗൗതം അദാനിക്കും അനന്തരവൻ സാഗർ അദാനിക്കുമെതിരായ എല്ലാ ക്രിമിനൽ കുറ്റപത്രങ്ങളും US നീതിന്യായ വകുപ്പ് പൂർണ്ണമായും ഒഴിവാക്കി. ന്യൂയോർക്ക് കോടതിയിൽ ഉണ്ടായിരുന്ന തട്ടിപ്പ് കേസുകളാണ് റദ്ദാക്കിയത്. കുറ്റാരോപണങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്ക കേസുകൾ റദ്ദാക്കിയത്. ഇതോടെ അദാനി ഗ്രൂപ്പിനെതിരെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന എല്ലാ നിയമ നടപടികളും പൂർണ്ണമായും അവസാനിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗരോർജ്ജ പദ്ധതിക്കായി ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് $265 മില്യൺ കൈക്കൂലി നൽകിയെന്നും ഇത് മറച്ചുവെച്ച് ഈ പദ്ധതിയുടെ പേരിൽ US-ലെ നിക്ഷേപകരെ അടക്കം കബളിപ്പിച്ചെന്നുമുള്ള ഇന്ത്യൻ ശതകോടീശ്വരൻ ഗൗതം അദാനിക്കെതിരായ സിവിൽ ക്രിമിനൽ കേസുകൾ അവസാനിപ്പിച്ച് അമേരിക്ക. ഗൗതം അദാനി, ബന്ധുവായ സാഗർ അദാനി, അദാനി ഗ്രീൻ എനർജി മുൻ CEO വിനീത് ജെയിൻ എന്നിവരടക്കമുള്ളവർ ഇതിനായി $3 ബില്യൺ വായ്പകളിലൂടെയും ബോണ്ടുകളിലൂടെയും സമാഹരിച്ചതായും കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നു. ഇന്ത്യയിലെ സൗരോർജ്ജ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിക്ഷേപകരെ വഞ്ചിച്ചെന്ന സിവിൽ കേസുകൾ US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ കഴിഞ്ഞയാഴ്ച ഒത്തുതീർപ്പാക്കിയിരുന്നു. കുറ്റം സമ്മതിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാതെ ഗൗതം അദാനി $6 മില്യൺ സാഗർ അദാനി $12 മില്യൺ പിഴയൊടുക്കാൻ സമ്മതിച്ചതോടെയായിരുന്നു കേസ് ഒത്തുതീർപ്പാക്കിയത്. US ട്രഷറി വകുപ്പിന്റെ ഭാഗമായ ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ്സ് കൺട്രോളിന്റെ ഉപരോധം ലംഘിച്ച് ഇറാനിൽ നിന്ന് LPG ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട കേസും ഒത്തുതീർപ്പായിരുന്നു. VD സതീശൻ സർക്കാർ 10 ദിവസത്തിനുള്ളിൽ ധവളപത്രം ഇറക്കും. സാമ്പത്തിക സ്ഥിതി പൊതുജനങ്ങളെ അറിയിക്കാനാണ് ധവളപത്രം ഇറക്കുന്നത്. ഡോക്ടർ KM ചന്ദ്രശേഖർ അധ്യക്ഷനായി സമിതിയെ വെച്ചു. ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആദ്യ യോഗം ചേരും.
ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ആരോപിച്ചിരുന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിനു ശേഷം ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ധവളപത്രം ഇറക്കുന്ന കാര്യം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. നിലവിലെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി പൊതുജനങ്ങളെ അറിയിക്കാനായി 10 ദിവസത്തിനുള്ളിൽ ധവളപത്രം ഇറക്കുമെന്ന് പ്രഖ്യാപിച്ച വി.ഡി. സതീശൻ സർക്കാർ അതിനായി ഡോക്ടർ കെ.എം. ചന്ദ്രശേഖർ അധ്യക്ഷനായ സമിതിയെ വെച്ചു. ആദ്യ മന്ത്രിസഭാ യോഗത്തിനു ശേഷം ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ധവളപത്രം ഇറക്കുന്ന കാര്യം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ഇന്ദിരാ ഗ്യാരണ്ടിയും സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആശാവർക്കർമാർക്ക് താൽക്കാലിക ആശ്വാസമായി 3000 രൂപ കൂട്ടി നൽകും. സാമ്പത്തിക സ്ഥിതിയും ബാധ്യതയും അറിയാൻ സാവകാശമെടുത്ത് ബാക്കി പിന്നാലെ പ്രഖ്യാപിക്കും. വിരമിക്കൽ ആനുകൂല്യത്തിന് വേണ്ട പണച്ചെലവ് കണക്കാക്കാൻ വിദഗ്ധ സമിതി. ഒപ്പം അംഗനവാടി ടീച്ചർമാർക്കും സഹായികൾക്കും പ്രീ പ്രൈമറി അധ്യാപകർക്കും എല്ലാം ചെറിയ ആശ്വാസം. ഖജനാവിന്റെ പൊതുസ്ഥിതി വിദഗ്ധ സമിതി പഠിക്കും. ഇതിനുശേഷം 10 ദിവസത്തിനുള്ളിൽ ധവളപത്രം ഇറക്കാനാണ് നീക്കം. വാഗ്ദാനങ്ങളിൽ നിന്നൊന്നും പുറകോട്ടില്ല എന്നാണ് ആദ്യ വാർത്താ സമ്മേളനത്തിന്റെ ഉറപ്പ്. കീഴ്വഴക്കങ്ങൾ ഏറെ മാറേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. മന്ത്രിമാരുടെ വകുപ്പുകളിൽ ചില തർക്കങ്ങളുണ്ട് എന്ന് സ്ഥിരീകരിച്ച് മന്ത്രി കെ മുരളീധരൻ. ചില വകുപ്പുകളിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസം, ഫിഷറീസ്, അങ്ങനെ ചില തർക്കങ്ങളുണ്ട്. അത് ഇന്നത്തോടെ പരിഹരിക്കും. ഘടകകക്ഷികളുമായുള്ള തർക്കം പരിഹരിക്കുമ്പോൾ പാർട്ടിക്കകത്ത് ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഇന്നലെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ വിജ്ഞാപനം വരുമെന്നാണ് മുരളീധരന്റെ പ്രതികരണം. മന്ത്രിമാരുടെ വകുപ്പുകളിൽ ചില തർക്കങ്ങളുണ്ട് എന്ന് സ്ഥിരീകരിച്ച മന്ത്രി കെ മുരളീധരൻ ചില വകുപ്പുകളിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോഗ്യവകുപ്പാണ് മുരളീധരന് നൽകിയിട്ടുള്ള വകുപ്പ്. നേരത്തെ വൈദ്യുതി വകുപ്പ് നിശ്ചയിച്ചപ്പോൾ മുരളീധരൻ കടുത്ത എതിർപ്പ് ഉയർത്തിയിരുന്നു. അങ്ങനെയാണ് ആരോഗ്യവകുപ്പ് നൽകാമെന്ന് ധാരണയായത്. സർക്കാർ ആശുപത്രികളിൽ ജനങ്ങൾക്ക് മികച്ച ചികിത്സ ലഭിക്കണം, ആവശ്യത്തിന് മരുന്നുകൾ ലഭ്യമാക്കണം. തിരുവനന്തപുരത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുക എന്നതാണ് മറ്റൊരു പ്രധാന ലക്ഷ്യം. വകുപ്പ് സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ വന്ന ശേഷം ബാക്കി കാര്യങ്ങൾ ഔദ്യോഗികമായി വിശദീകരിക്കാമെന്നും മന്ത്രി പറഞ്ഞു. ഫിഷറീസ് ലീഗിന് കൊടുക്കരുത് എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗവും ലത്തീൻ സഭയും ആവശ്യപ്പെടുന്നു. ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസിന് കൊടുക്കണം എങ്കിൽ ഫിഷറീസ് വേണമെന്ന് ലീഗ് ആവശ്യപ്പെടുന്നു. ഇതാണ് പ്രധാന തർക്കം. കൃഷി വകുപ്പ് ഏറ്റെടുക്കുന്നതിൽ ടി സിദ്ദിഖിന് വിമുഖതയുണ്ട്. നേരത്തെ വനം വകുപ്പാണ് സിദ്ദിഖിനെ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അത് പിന്നീട് ഷിബു ബേബി ജോണിന് നൽകി. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന ആവശ്യം കടുപ്പിച്ച് CPI. പാർട്ടിക്ക് അർഹതപ്പെട്ടതുകൊണ്ടാണ് ചോദിച്ചതെന്നും ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അറിയിച്ചു. ഉപനേതാവായി ആരെ പരിഗണിക്കുമെന്ന കാര്യത്തിൽ CPIയിൽ ധാരണയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കുറച്ചുകാലമായി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ CPM തന്നെയാണ് പ്രതിപക്ഷ നേതൃപദവിയും ഉപനേതാവ് പദവിയും കൈവശം വെക്കുന്നത്. എന്നാൽ ഇക്കുറി അതിന് മാറ്റം വേണമെന്നാണ് CPI ആവശ്യപ്പെടുന്നത്. ആവശ്യം ന്യായമാണെന്നും പാർട്ടിക്ക് അർഹതപ്പെട്ടത് കൊണ്ടാണ് ചോദിച്ചതെന്നും ബിനോയ് വിശ്വം അറിയിച്ചു. ചർച്ച തുടരുകയാണ്. CPIക്ക് ആ സ്ഥാനം കിട്ടിയിരിക്കും. ഉപനേതാവായി ആരെ പരിഗണിക്കുമെന്ന കാര്യത്തിൽ CPIയിൽ ധാരണയായിട്ടുണ്ട്. അത് സെക്കൻഡുകൾ കൊണ്ട് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം മുഴുവനായി ചൊല്ലിയതിൽ CPIയും വിമർശിച്ചു. ഇന്ത്യയുടെ ദേശീയ വികാരങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഭാഗമാണത്. വന്ദേമാതരം മുഴുവനായി ചൊല്ലേണ്ട എന്ന് കോൺഗ്രസും എടുത്ത തീരുമാനമായിരുന്നു. എന്നാൽ കോൺഗ്രസ് നിഷ്കരുണം അത് നടപ്പാക്കി. ആ ഭാഗം ഒഴിവാക്കണമായിരുന്നു എന്നാണ് CPI വിമർശനം. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ഒരു ടെസ്റ്റും 3 ഏകദിന മത്സരങ്ങളുമാണ് പരമ്പരയിലുള്ളത്. ജൂൺ 6 മുതൽ 10 വരെ മുല്ലൻപൂരിലാണ് ടെസ്റ്റ്. 14, 17, 20 തീയതികളിൽ നടക്കുന്ന ഏകദിന മത്സരങ്ങൾക്ക് യഥാക്രമം ധരംശാല, ലക്നൌ, ചെന്നൈ സ്റ്റേഡിയങ്ങൾ വേദിയാകും. ശുഭ്മൻ ഗിൽ ആയിരിക്കും ഇരു ടീമുകളുടെയും ക്യാപ്റ്റൻ. ഏകദിന പരമ്പരയിലൂടെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ദേശീയ ടീമിൽ തിരിച്ചെത്തും. ഏകദിന സ്ക്വാഡിൽ 2ാം വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസൺ ഇടം പിടിച്ചേക്കുമെന്നാണ് സൂചന. ജൂൺ 6 മുതൽ 10 വരെ മുല്ലൻപൂരിൽ നടക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. നിലവിൽ KN രാഹുലാണ് ഏകദിന ടീമിന്റെ 1ാം വിക്കറ്റ് കീപ്പർ. 2ാം വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്തിനെയാണ് പരിഗണിച്ചിരുന്നെങ്കിലും IPLൽ നിറം മങ്ങിയ പന്തിന് ഏകദിന ടീമിൽ അവസരം നൽകേണ്ടതില്ല എന്ന അഭിപ്രായമുണ്ട്. ഇതോടെ സഞ്ജു സാംസണോ ഇഷാൻ കിഷനോ 2ാം വിക്കറ്റ് കീപ്പറായി എത്തും. 2020 ലോകകപ്പിനെയും IPLലെയും ഫോം സഞ്ജുവിനെ മുൻതൂക്കം നൽകുമ്പോൾ ഇടം കൈ ബാറ്ററാണെന്നതും സമീപകാല ഫോമും ഇഷാന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. 2023 ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിലാണ് സഞ്ജു അവസാനമായി ഏകദിന ടീമിന്റെ ഭാഗമായത്. 16 ഏകദിന മത്സരങ്ങളിൽ നിന്നായി 56.66 ശരാശരിയിൽ 510 റൺസാണ് സഞ്ജുവിന്റെ നേട്ടം. ഏകദിനത്തിൽ തഴയപ്പെട്ടാലും ടെസ്റ്റിൽ പന്ത് തന്നെ 1ാം വിക്കറ്റ് കീപ്പറായി തുടരും. യുവതാരം ധ്രുവ് ജുറേലിനായിരിക്കും ടെസ്റ്റിൽ 2ാം വിക്കറ്റ് കീപ്പറുടെ റോൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ ലേബർ പാർട്ടിയിൽ നേതൃമാറ്റ ചർച്ചകൾ ശക്തമാകുന്നു. സ്റ്റാർമർ വീണ്ടും നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന സൂചനകൾ ശക്തമാക്കി സംസ്ഥാന സെക്രട്ടറി ലിസ ആന്റണി. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വീണ്ടും നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുമോ എന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണെന്നും സ്റ്റാർമർ പോരാട്ട മനോഭാവമുള്ള നേതാവാണെന്നും അദ്ദേഹത്തെ എഴുതിത്തള്ളാനാകില്ല എന്നും ആന്റണി. ഗ്രേറ്റ് മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബേൺഹാം വീണ്ടും പാർലമെന്റിലേക്ക് എത്തണമെന്നും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് പാർട്ടിക്ക് നിർണായകമാകാമെന്നും ലിസ ആന്റണി.
ഇറാൻ യുദ്ധത്തെ തുടർന്ന് അതിഭീകര സാമ്പത്തിക അനിശ്ചിതത്വത്തിൽ യുകെയിലെ കമ്പനികൾ പുതിയ നിക്ഷേപങ്ങളും നിയമനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് മുന്നറിയിപ്പ് നൽകിയ വ്യവസായ സംഘടനകൾ. ഊർജ്ജ വിലയും ഇന്ധന ചെലവും ഉയർന്നതോടെ കമ്പനികൾ പുതിയ പദ്ധതികളിൽ നിന്ന് ചെലവ് നിയന്ത്രണത്തിലേക്ക് മാറുകയാണ് എന്ന് സർവേകൾ. തൊഴിൽ മേഖലയിലും പ്രതിസന്ധി രൂക്ഷം. യുകെയിലെ ജോലി ഒഴിവുകൾ കുറഞ്ഞത് 7.7%. പകുതിയിലധികം ഇടത്തരം കമ്പനികൾക്കും ഇന്ധന ചെലവും വിതരണ ശൃംഖല പ്രശ്നങ്ങളും വെല്ലുവിളിയാകുന്നു. ബ്രിട്ടനിൽ താറുമാറായി ആരോഗ്യ മേഖല. ഹോസ്പിറ്റൽ പ്രവർത്തനം താളം തെറ്റിച്ചത് നഴ്സുമാരുടെ കുറവ് കാരണം. രോഗികൾക്ക് മതിയായ ശുശ്രൂഷകൾ നൽകാൻ കഴിയുന്നില്ല എന്നും നഴ്സുമാരുടെ ക്ഷാമം അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നുണ്ടെന്നും NHS നഴ്സുമാർ. ജീവനക്കാരുടെ കുറവും വർദ്ധിച്ചു വരുന്ന വൃദ്ധർ സൃഷ്ടിക്കുന്ന ആരോഗ്യ സങ്കീർണതകളും രോഗികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നതെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ്. ഇറാനെതിരായ ആക്രമണം മാറ്റിവെക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നടപടി ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചെന്ന് ട്രംപ്. സമാധാന കരാർ സാധ്യമായില്ല എങ്കിൽ അമേരിക്ക ഇന്ന് ഇറാനെ ആക്രമിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ഇറാനെ ആക്രമിക്കരുതെന്ന് ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ. ഇറാനിയൻ എണ്ണയുടെ മേലുള്ള ഉപരോധം താൽക്കാലികമായി നീക്കാൻ US. ആഗോള വിപണികളിൽ ഉണർവുണ്ടാക്കി പുതിയ അമേരിക്കയുടെ നിർദ്ദേശം. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ചൈനീസ് കമ്പനികൾക്ക് മേലുള്ള ഉപരോധം പിൻവലിക്കാൻ ആലോചിക്കുന്നതായി ട്രംപ്. പ്രാഥമിക ഘട്ടത്തിൽ ട്രംപ് വിലക്ക് ഏർപ്പെടുത്തിയത് ഇറാന് മേലുള്ള സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനായി ഇറാൻ എണ്ണയുടെ വ്യാപാരത്തിൽ. രാജ്യത്തെ പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിപ്പിച്ചു. കൂട്ടിയത് പെട്രോളിന് ലിറ്ററിന് 86 പൈസയും ഡീസലിന് ലിറ്ററിന് 83 പൈസയും. 4 ദിവസത്തിനിടെ ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത് ഇത് രണ്ടാം തവണ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ധനവില വർദ്ധിപ്പിച്ചത് 3 രൂപ. ന്യൂഡൽഹിയിൽ പെട്രോൾ വില ലിറ്ററിന് 97.77 രൂപയായും ഡീസൽ വില 90.67 രൂപയായും ഉയർന്നു. ഇന്ത്യൻ ശതകോടീശ്വരൻ ഗൗതം അദാനിക്കെതിരായ സിവിൽ ക്രിമിനൽ കേസുകൾ അവസാനിപ്പിച്ച് അമേരിക്ക. ഗൗതം അദാനിക്കും അനന്തരവൻ സാഗർ അദാനിക്കും എതിരായ എല്ലാ ക്രിമിനൽ കുറ്റപത്രങ്ങളും പൂർണ്ണമായും ഒഴിവാക്കിയ US നീതിന്യായ വകുപ്പ്. റദ്ദാക്കിയത് ന്യൂയോർക്ക് കോടതിയിൽ ഉണ്ടായിരുന്ന തട്ടിപ്പ് കേസുകൾ. അമേരിക്ക കേസുകൾ റദ്ദാക്കിയത് കുറ്റാരോപണങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടി. അദാനിക്കെതിരായ നിലനിന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗരോർജ്ജ പദ്ധതിക്കായി ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് $265 മില്യൺ കൈക്കൂലി നൽകിയെന്നും ഇത് മറച്ചുപറിച്ച് US-ലെ നിക്ഷേപകരെ അടക്കം കബളിപ്പിച്ചെന്നുമുള്ള കേസ്. സംസ്ഥാനത്ത് 10 ദിവസത്തിനുള്ളിൽ ധവളപത്രം ഇറക്കുമെന്ന് VD സതീശൻ. ധവളപത്രം ഇറക്കുന്നത് സാമ്പത്തിക സ്ഥിതി പൊതുജനങ്ങളെ അറിയിക്കാൻ. ധവളപത്രം ഇറക്കുന്നതിന് മുന്നോടിയായി ഡോക്ടർ KM ചന്ദ്രശേഖർ അധ്യക്ഷനായി സമിതിയെ വെച്ച് മുഖ്യമന്ത്രി. ഇന്ദിരാ ഗ്യാരണ്ടിയും സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ യാത്രാ സൗജന്യവും പ്രഖ്യാപിച്ചു. ആശാവർക്കർമാർക്ക് താൽക്കാലിക ആശ്വാസമായി 3000 രൂപ കൂട്ടി. മന്ത്രിമാരുടെ വകുപ്പുകളിൽ ചില തർക്കങ്ങളുണ്ടെന്ന് സ്ഥിരീകരിച്ച് മന്ത്രി K മുരളീധരൻ. ചില വകുപ്പുകളിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് സൂചന. തർക്കങ്ങളുള്ളത് ഉന്നത വിദ്യാഭ്യാസം, ഫിഷറീസ് വകുപ്പുകളിൽ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.